വിശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തിയ ശാരദാമ്മ കാര്യം എന്താണെന്ന് അന്വേഷിക്കുകയാണെന്ന്. തുടർന്ന് സുസ്മിത ശാരദാമ്മയോട് സത്യങ്ങളൊക്കെ പറയുകയാണ്, ശാലിനി ഗർഭിണിയാണ് എന്നുള്ളതൊക്കെ. അന്നേരം അത് വിശ്വസിക്കാനാകാതെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് ശാരദാമ്മ തൻ്റെ താലിയിൽ പിടിച്ച് സത്യഭാമയ്ക്ക് സത്യം ചെയ്തു കൊടുക്കുകയാണ്, എൻ്റെ മോള് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചതാകും എന്നൊക്കെ. എല്ലാം കേട്ട ശേഷം സത്യഭാമ പറയുകയാണ്, സത്യഭാമയ്ക്ക് വിശ്വസിക്കാൻ നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് പോരാതെ വരും ശാരദേ. തുടർന്ന് സത്യഭാമ ശാലിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശാലിനിയുടെ താലി എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് പറയുകയാണ്, നിങ്ങളുടെ മകളുടെ കഴുത്തിലും കിടപ്പുണ്ടല്ലോ ഇതുപോലെ ഒരു താലി, അവൾ ഇതിൽ തൊട്ട് സത്യം ചെയ്യട്ടെ, അപ്പോൾ ഞാൻ വിശ്വസിക്കാം. തുടർന്ന് സത്യം ചെയ്യാൻ വിസമ്മതിക്കുകയാണ് ശാലിനി. ശാരദാമ്മ എത്ര ചോദിച്ചിട്ടും ശാലിനി ഒരു ഉത്തരവും പറയുന്നില്ല. തുടർന്ന് സത്യഭാമ പറയുകയാണ്, ഇനി സത്യഭാമയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പറയാം, ഇനി ഇവളെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന് ശാരദാമ്മയോട് പറയുകയാണ് ഭാമ. അന്നേരം അവിടേക്ക് വരുന്ന വിഷ്ണു അത് തടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സത്യഭാമ വാഗൊണ്ട് വിഷ്ണുവിനെ അടക്കി നിർത്തുകയാണ്. ഇതിനിടയിൽ ശാരദാമ്മയെ ഒരുപാട് അധിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട് സുസ്മിത. തുടർന്ന് ശാലിനിയും കൂട്ടി ശാരദാമ്മ ഭാമയുടെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സുസ്മിത പറയുകയാണ്, നീ കൊണ്ടുവന്ന സാധനങ്ങളും നിന്റെ ഇവിടുള്ള സാധനങ്ങളും എല്ലാം നീ തിരികെ കൊണ്ടുപോകണം, ഇനി നിനക്ക് ഇവിടേക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലല്ലോ. അന്നേരം അത് കേട്ട് തൻ്റെ സാധനങ്ങൾ എടുക്കാനായി റൂമിലേക്ക് പോവുകയാണ് ശാലിനി. എന്നാൽ വിഷ്ണുവും ശാലിനിയുടെ പുറകെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭാമ അത് തടുക്കുകയാണ്, നീ പോണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന് വിഷ്ണുവിനോട് പറയുന്നുണ്ട്. അതേസമയം റൂമിലെത്തി തൻ്റെ സാധനങ്ങളൊക്കെ ശാലിനി എടുക്കുമ്പോൾ അവിടേക്ക് ചെന്ന് സുസ്മിത പറയുന്നുണ്ട്, ഇത് നിന്റെ ഈ വീട്ടിലെ അവസാനത്തെ ദിവസമാണ്, ഇനി നിനക്ക് ഈ വീട്ടിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. നിന്റെ വിഷ്ണുവേട്ടനെ ഞാൻ എന്തായാലും സ്വന്തമാക്കും, എന്നെ വിഷ്ണുവേട്ടൻ എന്തായാലും കല്യാണം കഴിപ്പിച്ചിരിക്കും എന്ന് പറയുകയാണ് സുസ്മിത. എന്നാൽ സുസ്മിതയ്ക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്തുണ്ട് ശാലിനി പറയുന്നുണ്ട്, നീ എത്ര ജന്മം തപസ്സിരുന്നാലും എൻ്റെ വിഷ്ണുവേട്ടനെ സ്വന്തമാക്കാൻ നിനക്ക് കഴിയില്ല എന്ന്. എനിക്കിവിടേക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകും, അത് കാണാൻ നീ കാത്തിരുന്നോ എന്നൊക്കെ സുസ്മിതയോട് പറയുന്നുണ്ട് ശാലിനി. എന്നാൽ ശാലിനിയെ അമ്മ എന്തായാലും ഇവിടെ നിന്ന് ഇറക്കി വിടുകയാണ് എന്ന് മനസ്സിലാക്കിയ പ്രീതി രാഘവൻ നായരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ സത്യങ്ങളൊക്കെ അമ്മയോട് തുറന്നു പറഞ്ഞാലോ എന്ന്. എന്നാൽ രാഘവൻ നായർ അത് തടുത്തു പറയുകയാണ്, ശാലിനി ഇത്രയൊക്കെ സഹിച്ചത് നിനക്ക് വേണ്ടിയല്ലേ, ഇനി കുറച്ച് സമയമല്ലേ അവൾ ചോദിച്ചത്, അതുകൂടി നമുക്ക് നോക്കാമെന്ന്. തുടർന്ന് ശാലിനിയും കൂട്ടി ശാരദാമ്മ പോകുന്നത് സങ്കടത്തോടുകൂടി മറുത്തൊരക്ഷരം പറയാതെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. എന്നാൽ അതേസമയം താൻ ജയിച്ച ഭാവത്തിൽ നിൽക്കുകയാണ് സുസ്മിത. എന്നാൽ അടുത്ത ദിവസം തന്നെ വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ശാരദാമ്മ വിഷ്ണുവിനെ ആദ്യം വഴക്കു പറയുകയാണ്, സ്വന്തം ഭാര്യയെ വീട്ടിൽ നിന്നും ഇറക്കി വിടുമ്പോൾ താൻ ഒരക്ഷരം മറുത്തു പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. അതേസമയം ഇതൊക്കെ കേട്ട് അവിടേക്ക് വന്ന ശാലിനി വിഷ്ണുവിനെയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ്. ഇത്രയൊക്കെയാണ് പുതിയ എപ്പിസോഡ്സ്. വരും എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്